ഉദ്ഘാടകൻ പ്രൊഫസർ കെ സിദ്ദീഖ് ഹസൻ സാഹിബ്, സോളിഡാരിറ്റി രൂപീകം കൊടുക്കുകയും കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഏറ്റെടുക്കും എന്ന് വിശ്വസിക്കുന്ന സൺറൈസ് കൊച്ചി പദ്ധതിയുടെ പ്രഖ്യാപനം നിർവഹിക്കുന്ന ബഹുമാന്യനായ ഹൽക്ക അമീർ ടി ആരിഫ് അലി സാഹിബ്, ഈ പരിപാടിയിൽ സോളിഡാരിറ്റിയുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ MP MI ഷാനവാസ് സാഹിബ്, ബഹുമാന്യനായ N വേണുഗോപാൽ, ബഹുമാന്യരായ ഡൊമേക് പ്രസന്റേഷൻ S ശർമ്മ, ഭദ്ര സതീഷ്, TK അഷ്റഫ്, ത്യാഗരാജൻ, KJ സോഹൻ, CR നീലകണ്ഠൻ, SIOവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP സലാം, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് പശ്ചിമ കൊച്ചിയിൽ ഒരു ജനകീയ പുനർനിർമ്മാണ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിന് ഒരു പുതിയ വികസനത്തിൻ്റെ വെളിച്ചം ഏകിക്കൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് അതിൻ്റെ പിറവിയെടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വികസനം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ജീവിതം അതിഭീകരമാകും വിധം ദുരന്തപൂർണമാവുകയും രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ ആർഭാടത്തിനും ചൂഷണത്തിനും കച്ചവടത്തിനും വിധേയമാകുന്ന ഒരു സാഹചര്യത്തിലാണ് മണ്ണിനും മനുഷ്യനും വേണ്ടി വികസനത്തിനൊരു തിരുത്ത് എന്ന മുദ്രാവാക്യവുമായി സോളിഡാരിറ്റി രംഗപ്രവേശനം ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾ ആത്യന്തികമായി അതിൻ്റെ ഗുണം ലഭിക്കേണ്ട ദേശങ്ങൾ, ജനങ്ങൾ അധിവസിക്കുന്ന ഭൂമി, അതിൻ്റെ പരിസ്ഥിതി അത് തകർന്ന് തരിപ്പണമാക്കുകയാണെന്നും ഒരു വികസനത്തിൻ്റെ ഗുണഭോക്താക്കളാകേണ്ട ജനങ്ങൾ നിരന്തരമായി കുടിയൊഴിപ്പിക്കപ്പെടുകയും അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് അട്ടിയോടിക്കപ്പെടുകയും അവരുടെ വാസസ്ഥലങ്ങൾ ദുരന്തപൂർണമായി മാറിക്കൊണ്ടിരിക്കുകയുമാണ് എന്നാണ് കഴിഞ്ഞ 9 വർഷമായി സോളിഡാരിറ്റി ഈ സമൂഹത്തിൽ നിരന്തരമായ സമര സേവന പ്രവർത്തനങ്ങളിലൂടെ പ്രഖ്യാപിച്ചിരുന്നത്. ഈ നാട്ടിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരോടൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് ലഭിക്കേണ്ട അടിസ്ഥാനപരമായ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ അവരുടെ കൈകളെ കരുത്താക്കിക്കൊണ്ടാണ് സോളിഡാരിറ്റി അതിൻ്റെ ഓരോ ചുവടുവെപ്പുകളും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ സമര പ്രവർത്തനത്തോടൊപ്പം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് അതിൻ്റെ ചെറുപ്പക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സേവനത്തിൻ്റെ മഹിതമായ ഒട്ടനവധി മാതൃകകൾ ഈ കൈകളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സേവന പ്രവർത്തനങ്ങൾ കേവലമായ ഒരു കാരുണ്യ പ്രവർത്തനമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ സേവന പ്രവർത്തനത്തെ ഒരു സാമൂഹിക പരിഷ്കരണത്തിൻ്റെ സാമൂഹിക വിമോചനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഉയർത്തിവെക്കുവാനാണ് സോളിഡാരിറ്റി ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണകൂടവും അധികാരികളും പലപ്പോഴും നമ്മോട് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവരുടെ ദുരന്തം അനുഭവിക്കുന്നതിന് ജീവിതം
ഏറെ കഷ്ടപ്പാട് നിറഞ്ഞതാകുന്നതിന് കാരണം അവരുടെ വിധിയാണ് എന്നാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യർ ദരിദ്രരായി മാറുന്നത്, ഒരുപാട് മനുഷ്യർ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നത് കേവലമായ അവരുടെ വിധി കൊണ്ടല്ലെന്നും നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ തെറ്റായ നയനിലപാടുകൾ അതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ ഭരണകർത്താക്കൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എളുപ്പമുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് എന്ന് സോളിഡാരിറ്റി വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ പാർപ്പിട പ്രശ്നമാകട്ടെ, കുടിവെള്ള പ്രശ്നമാകട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഭൂപ്രദേശം വ്യത്യസ്ത കാരണങ്ങളാൽ ദുരന്ത ഭൂമിയായിരുന്നെങ്കിൽ അത്തരം ജനതകളുടെ പ്രശ്നങ്ങളാകട്ടെ പരിഹരിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ സാധിക്കും എന്നതിൻ്റെ കർമ്മ മാതൃകകൾ സൃഷ്ടിക്കുകയായിരുന്നു സോളിഡാരിറ്റി. അതിൻ്റെ ഹൗസിംഗ് പ്രൊജക്ടിലൂടെയും എൻഡോസൾഫാൻ പുനരധിവാസ പദ്ധതിയിലൂടെയും ജനകീയ കുടിവെള്ള പദ്ധതിയിലൂടെയും. അതൊരു കാരുണ്യ പ്രവർത്തനം മാത്രമായിരുന്നില്ല, ഒരു പുതിയ സംസ്കാരം, പുതിയ കേരളത്തിന്റെ വികസനത്തിന് ജനബന്ധുവായ, പ്രകൃതി ബന്ധുവായ, ജനക്ഷേമകരമായ പുതിയ സംസ്കാരവും പുതിയ കർമ്മ മാതൃകയുമാണ് അത് സൃഷ്ടിച്ചത്. എൻഡോസൾഫാൻ പുനരധിവാസ പദ്ധതി തുടക്കം കുറിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയുടെ ജില്ലാ കൗൺസിലിൽ, ജില്ലാ പഞ്ചായത്തിൽ 50 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് പാസാക്കിയ തുകയുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. 14 മാസം കൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളത്തിലെ മുഴുവൻ മനുഷ്യരിൽ നിന്നും പിരിച്ചെടുത്ത് തുക ഉപയോഗിച്ചുകൊണ്ട് 50 ലക്ഷത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുമ്പോഴും കാസർഗോഡ് പുനരധിവാസ എൻഡോസൾഫാൻ ദുരിതഭൂമിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഗവൺമെന്റ് നീക്കിവെച്ച തുക അതുപോലെ തന്നെ ഇരിക്കുകയായിരുന്നു. ഒരു തുക പാസാക്കുവാൻ മാത്രമല്ല, അതെങ്ങനെ നടപ്പാക്കുവാൻ എന്ന വിഷയത്തിൽ നമ്മുടെ ഭരണകൂടങ്ങൾ അജ്ഞത നടിക്കുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്തപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ പുനരധിവാസ പദ്ധതി നടപ്പാക്കേണ്ടത് എന്നതിന്റെ മാതൃക കൂടിയായിരുന്നു കാസർഗോഡ് എൻഡോസൾഫാൻ പുനരധിവാസ പദ്ധതി. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, 14 മാസത്തെ അതിന്റെ 50 ലക്ഷത്തിന്റെ പദ്ധതി പ്രഖ്യാപനത്തിന് ശേഷം കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതഭൂമിയിൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കേരള സർക്കാരിന്റെ തന്നെ കോടിക്കണക്കിന് രൂപ സോളിഡാരിറ്റിയുടെ പദ്ധതി മാതൃകയിൽ അവിടെ തുക ലഭിച്ചു, അവർക്ക് അർഹതപ്പെട്ട അവകാശം ലഭിച്ചു എന്നത്. സോളിഡാരിറ്റി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതിയും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തിന്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക മാത്രമല്ല, തീർച്ചയായും ഓരോ സേവന പ്രവർത്തനത്തിനും അതിന്റെ ഗുണഭോക്താക്കൾക്ക് ആശ്വാസവും അത്താണിയുമാകുന്നതോടൊപ്പം ഒരുപാട് വെള്ളമുള്ള, മഴയുള്ള ഒരു പ്രദേശത്തിന്റെ കുടിവെള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, വലിയ വലിയ പദ്ധതികൾക്ക് മറുഭാഗത്തു നിന്നുകൊണ്ട് ചെറിയ ചെറിയ പദ്ധതികളിലൂടെ ജനങ്ങളെ സമർത്ഥമായ പങ്കാളികളാക്കിക്കൊണ്ട് കേരളത്തിലെ 10-60 ഗ്രാമങ്ങളിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളത്തെ പരിഹരിക്കുവാൻ സോളിഡാരിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. 2012 മാർച്ച് മാസത്തിൽ കേരളത്തിലെ പഞ്ചായത്തുകൾ അവരുടെ വികസന ഫണ്ട് വകയിരുത്തുമ്പോൾ സോളിഡാരിറ്റിക്ക് ആത്മാഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയും, കേരളത്തിലെ വിവിധ പഞ്ചായത്തുകൾ അവരുടെ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് കഴിഞ്ഞ 1.5 വർഷമായി സോളിഡാരിറ്റി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 1.5, 2, 2.5, 3 ലക്ഷം രൂപ മാത്രം മുതൽ മുറക്കി 30, 40, 50 കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്ന പുതിയ മാതൃക കേരളത്തിലെ വിവിധ പഞ്ചായത്തുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. പുതിയ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, ഒരു പുതിയ കേരളത്തിന്റെ വികസന സംസ്കാരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സൺറൈസ് കൊച്ചി പ്രൊജക്ടിലൂടെ നഗരാസൂത്രണത്തിന്റെ പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്.
കേരളത്തിലെ ദുരിതഭൂമിയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ 10,000-കണക്കിന് കുടുംബങ്ങൾ അത്യധികം മോശകരമായ ഒരു ജീവിത സാഹചര്യത്തിൽ തള്ളമാറ്റപ്പെട്ട ഒരു അന്തരീക്ഷം കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നഗരാസൂത്രണത്തിന്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ശതകോടികൾ ഓരോ വർഷവും നീക്കിവെക്കുന്ന സംസ്ഥാനവും കോർപ്പറേഷനും നമുക്കുണ്ട്. കേന്ദ്രത്തിൽ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 10-40 വർഷമായി പശ്ചിമ കൊച്ചിയിലെയും പ്രാന്തപ്രദേശത്തിലെയും ജനങ്ങൾ അവരുടെ ദുരിതപൂർണമായ ജീവിതം പരിഹരിക്കുവാൻ അതിന് സാധ്യമാകാതെ വന്നിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ, അതിലെ തെറ്റുകളുടെ കുറ്റവാളികളെ വിചാരണ ചെയ്യുവാനോ അവരെ ശിക്ഷിക്കുവാനോ അല്ല സോളിഡാരിറ്റി മുതിരുന്നത്. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ കാലം കഴിഞ്ഞുപോയിരിക്കുന്നു. ഭരണകൂടവും ജനങ്ങളും നമ്മുടെ നാട്ടിലെ ഉദാരരായ സ്ഥാപനങ്ങളെയും സാമൂഹിക സംവിധാനങ്ങളെയും ഒരുപോലെ ഒഴിച്ചുചേർത്തുകൊണ്ട് ഒരു ജനതയുടെ പ്രയാസങ്ങളെ പരിഹരിക്കുവാനുള്ള ഒരു പുതിയ മാതൃക സൃഷ്ടിക്കപ്പെടണം എന്ന് നാം ആഗ്രഹിക്കുന്നു. സോളിഡാരിറ്റി അതിന് തുടക്കം കുറിക്കുകയാണ്. സൺറൈസ് കൊച്ചി പ്രൊജക്ട് സോളിഡാരിറ്റിയുടെ ഒരു പദ്ധതിയല്ല. സോളിഡാരിറ്റി ആരംഭം കുറിക്കുന്ന കൊച്ചി കോർപ്പറേഷനും സംസ്ഥാന ഗവൺമെന്റിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ചേരി നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിവിധ ഫണ്ടുകളും കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ഏജൻസികളുടെ സഹകരണത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊച്ചിയിലെയും എറണാകുളത്തെയും കേരളത്തിലെയും ഉദാരരായ ജനങ്ങൾ, സ്ഥാപനങ്ങൾ, വിവിധ സമൂഹങ്ങൾ, സംഘടനകൾ, ഇവരെ എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ദാരിദ്ര്യവും ജീവിത പ്രയാസവും പരിഹരിക്കുവാനുള്ള ശ്രമമാണ് സൺറൈസ് കൊച്ചിയിലൂടെ സോളിഡാരിറ്റി നിർവഹിക്കാൻ പോകുന്നത്. പശ്ചിമ കൊച്ചിയിലെ മുഴുവൻ ജനങ്ങളെയും, പശ്ചിമ കൊച്ചിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും, പശ്ചിമ കൊച്ചിയിലെ ജനങ്ങളോട് സ്നേഹവും കാരുണ്യവുമുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെ ആളുകളെയും ഉൾച്ചേർത്തുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സൺറൈസ് കൊച്ചി പദ്ധതി വിഭാവനം ചെയ്യുന്നത്. തീർച്ചയായും കൊച്ചി മാത്രമല്ല, ആലപ്പുഴയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും വിവിധ നഗരങ്ങളിലും പശ്ചിമ കൊച്ചി പോലെയുള്ള നഗരങ്ങളുടെ ഇരുണ്ട ഗർത്തങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ഇരുണ്ട ഗർത്തങ്ങളിലേക്കുള്ള ഒരു പുതിയ സൂര്യോദയമാണ് സോളിഡാരിറ്റി പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ നാട്ടിലെ ജനത അവർ ഒറ്റക്കെട്ടായി, ഭരണകൂടവും എല്ലാവരും ഒരുമയായി സഹകരണത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൊച്ചിക്ക് മാത്രമല്ല, കൊച്ചിയുടെ ഈ പ്രൊജക്റ്റിലൂടെ കേരളത്തിന് തന്നെ പുതിയ നഗരാസൂത്രണത്തിന്റെ ഒരു പുത്തൻ സൂര്യോദയം ഉണ്ടാവും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അത്തരം ഒരു സൂര്യോദയത്തിന്റെ പ്രഖ്യാപനത്തിന് തുടക്കം കുറിക്കുവാൻ, അതിന് നേതൃത്വം വഹിക്കുവാൻ, അതിൽ പങ്കാളികളാകുവാൻ സോളിഡാരിറ്റിക്ക് സാധിച്ചു എന്ന ചാരിതാർത്ഥ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഈ പദ്ധതിയിലേക്ക് തുറന്ന മനസ്സോടുകൂടി മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായും ഈ പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സമീപിക്കും. നിങ്ങളുടെ മുഴുവൻ സഹകരണം, ഈ രാജ്യത്തിലെ നാട്ടിലെ കോർപ്പറേഷന്റെ ഭരണാധികാരികളുടെ മുഴുവൻ സഹകരണം, ഇവിടുത്തെ MLA-മാരുടെയും MP-മാരുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും മുഴുവൻ സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യം മുഴക്കിക്കൊണ്ട് ഒരു പുതിയ സൂര്യോദയം, അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ പഴയ പ്രതാപത്തെ വീണ്ടെടുക്കുവാൻ, ഒരു പുതിയ നഗരാസൂത്രണത്തിന്റെ മാതൃക സൃഷ്ടിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സോളിഡാരിറ്റിയുടെ മുഴുവൻ വിപ്ലവ അഭിവാദ്യം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്.